ദീപാവലി വെക്കേഷൻസ് എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ മുംബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇവിടുത്തെ കുന്നും മലയെല്ലാം കയറി കയറി ഞാൻ കണ്ടു തീർത്ത്. പിന്നെ ഇനി സിറ്റി വൈബ് പിടിക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയില്ലേ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഒരു സിറ്റി വൈബ് എനിക്ക് കിട്ടി. പൂനെ ഒരു കാം സിറ്റിയാണ് കേട്ടോ. മുംബൈ അങ്ങനെയല്ല, കുറച്ച് റഷൊക്കെ ഉള്ള. അപ്പോൾ ഓക്കെ കൺമണിയൊക്കെ കണ്ടതിന് ശേഷം വലിയൊരു ആഗ്രഹമായിരുന്നു ആ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലിൻ്റെ പുറത്ത് പോയി എന്നൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലിൽ തന്നെ പോയി. ഇതാണ് അവിടുത്തെ അവസ്ഥ കേട്ടോ. ഭയങ്കര റഷാണ്. രാവിലെ ആയതുകൊണ്ടാണ് റഷില്ലാതെ. ആ ടെർമിനലിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ദീപാവലി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. കാലിയായിട്ടൊരു ഫോട്ടോ എടുക്കാനോ കാലിയായിട്ടൊരു വീഡിയോ എടുക്കാനോ എനിക്ക് പറ്റില്ല. ഇതേതോ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതുണ്ടോ ഒരു പ്രത്യേക തരം ഭംഗി. ഇൻസ്റ്റാഗ്രാമിലിടും. പഴയ കാലത്തെ ട്രെയിനാണ് ഇപ്പം കണ്ടത്. ഇവിടുന്ന് കുറേ കാലമായി മലയാളി ഫുഡ് കഴിഞ്ഞിട്ട് എപ്പോഴും വടാപ്പാവും മിസൽപ്പാവ് പാവ് ബജി മടുത്തനക്ക് ഹോട്ടലിൽ കയറിയിട്ട്. അപ്പോൾ മുംബൈയിലെങ്കിലും ഇഷ്ടംപോലെ മലയാളീസുള്ള സ്ഥലമാണെന്ന് വെച്ചിട്ട് ഹോട്ടൽ കയറി നടന്നപ്പോഴാണ് റിസോർട്ട് ബാങ്കിൻ്റെ ആസ്ഥാനം കണ്ടത്. ഇതാണ് റിസോർട്ട് ബാങ്കിൻ്റെ ആസ്ഥാനം. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ കമ്മട്ടം എന്തുപുരുഷോ കമ്മട്ടം കളവ് പോയാ ലാലേട്ടൻ പറയുന്നതായിട്ടില്ലേ, പൈസയായിട്ട് ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ഇതൊരു സെൻട്രൽ ലൈബ്രറിയാണ്. ഇത് കയറി നോക്കി, പക്ഷേ ഇത് ഇന്ന് ഓപ്പൺ അല്ലായിരുന്നു ദീപാവലി ആയതുകൊണ്ട്. ഇത് ഞാൻ ഏതൊക്കെയോ സിനിമയിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഏതാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ അത്. മുമ്പ് ദൂരദർശനിലെല്ലാം നമ്മൾ ഇങ്ങനെ ന്യൂസ് കാണുമ്പോൾ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത് ഇത്ര ഇടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബിൽഡിങ്ങാണ് കാണിക്കും. എൻ്റെ ഫ്രണ്ട് അജുവിൻ്റെ ഏറ്റവും വലിയ ഡൗട്ടായിരുന്നു അത്. എല്ലാ ദിവസവും ഈ ബിൽഡിങ് കാണിച്ചിട്ട് ഇത് ഇടിഞ്ഞല്ലോ ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് തീർന്നില്ലേ, അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ഡൗട്ട്. അങ്ങനെ ഐഫോൺ ആയിരുന്നല്ലോ, എൻ്റെ ഐഫോണാണ്. അപ്പോൾ ഐഫോണിൻ്റെ സ്റ്റോറേജ് പോയിട്ട് 70 സീരീസ് ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിയോ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ പോയി കാമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇഷ്ടംപോലെ നായ്ക്കുട്ടീനെയും കൂട്ടിയിട്ട് ഒരുപാട് പെണ്ണുങ്ങൾ ഇവൺ ഗേൾസ് വരുന്നതാണ്. പെറ്റ് അലൗഡ് ആയിട്ടുള്ള ഒരേ ഒരു മാളാണ് ഇത് എന്നാണ് എൻ്റെ മുംബൈയിലുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞത്. അറിയില്ല, നമുക്ക് ഇവിടെ അതിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇന്നലെ എങ്ങനെ പൊട്ടാസ് ഓടിക്കും. ബാന്ദ്രയിൽ പുതുതായി വന്ന ബ്രിഡ്ജാട്ടോ ഇത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇതിൻ്റെ കടലാണ്. നൈറ്റ് വ്യൂ സൂപ്പറാണ്, പക്ഷേ നൈറ്റ് വരെ കാത്ത് നിൽക്കാൻ സമയമില്ലായിരുന്നു. പക്ഷെ നൈറ്റ് ആ ലെഫ്റ്റ് സൈഡ് വ്യൂ എല്ലാം അടിപൊളിയായിരിക്കും. അങ്ങനെ ഇതിന് ശേഷം താജ് ഹോട്ടൽ കാണണം, മുംബൈ ഗേറ്റ് കാണണം, മറീന ബീച്ച് കാണണം. അതിൻ്റെ അടുത്ത് നല്ല ഐസ്ക്രീം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അതും കാണണം. അപ്പോൾ താജ് ഹോട്ടലിലേക്ക് മുമ്പ് ഈ ആര്യൻ സിനിമയെല്ലാം കണ്ടതിന് ശേഷം ഈ കറുപ്പും യെലവും കൂടിയിട്ടുള്ള ടാക്സീൻ്റെ ഒരു ലവറായിരുന്നു ഞാൻ. മുംബൈ പോയ മസ്റ്റായിട്ട് അതിൽ കയറണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. അപ്പം ഞാനെന്ത് ചെയ്തു, പിടിച്ച് ടാക്സി. ഞാൻ വിചാരിച്ചു ഒരുപാട് പൈസ ആയിരിക്കും, കണ്ണുകൂട്ടി ഇവർ റേറ്റ് കുറയുമെന്ന് വിചാരിച്ചത്. പക്ഷേ മുംബൈ ടാക്സിക്കാരിൽ അത്യാവശ്യം ഡീസൻ്റ് ആണെന്ന് കേട്ടോ. അവർ കറക്റ്റ് ഒരാൾക്ക് 20 രൂപ വെച്ചിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ്
നമ്മൾ കയറി. അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. വീഗാലാൻഡ് പോയ അവസ്ഥയായിരുന്നു. ഒന്നൊന്നര ഓട്ടമായിരുന്നു ഇവിടെ. ഒരു വിധപ്പെട്ട ബിൽഡിങ്ങിൻ്റെ തെറ്റ് സൗന്ദര്യം ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കണമായിരുന്നു. സാറില്ല, ചരിത്രം പഠിക്കേണ്ടവർ ഗൂഗിൾ ചെയ്ത് നോക്ക്. മുംബൈ ഗേറ്റ് വേ ഓഫ് മുംബൈൻ്റെ അവസ്ഥയാണ്. ഫുൾ ആൾക്കാർ. ഡബിൾ ഡക്കർ ബസ്സിൽ കയറുന്ന ആഗ്രഹമില്ലായിരുന്നു. ദുബായിൽ നിന്ന് പോയി ഡബിൾ ഡക്കർ തന്നെയായിരുന്നു അജ്മാനിലേക്ക് ഷാർജയിലേക്കെല്ലാം പോകുമ്പോൾ. ഒപ്പരം വന്ന ഫ്രണ്ട്സിനും ആഗ്രഹമില്ലായിരുന്നു. അല്ലെങ്കിൽ എന്തായാലും ഒന്ന് കയറി നോക്കാൻ. മുംബൈ ഗേറ്റിൻ്റെ റിനോവേഷൻ വർക്ക് ഉണ്ടായിരുന്നു. ഈവനിങ് എല്ലാം നല്ല താജ് ഹോട്ടലാണ് കേട്ടോ അത്. വെടിവെപ്പ് നടന്നിട്ടുണ്ടായിരുന്നല്ലേ. എങ്ങനെയായിരിക്കും ഇതിൻ്റെ മേലെ ആർമിക്കാർ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി? ഇനി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുമ്പോൾ ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് തീവ്രവാദികൾ കേൾക്കൂലേ? എന്തായാലും നമ്മളെ ആർമി അത് നന്നായി ചെയ്തു. അങ്ങനെ വീണ്ടും വണ്ടി കയറി മെറീന ബീച്ചിലേക്കുള്ള പോക്കാണിത്. ഡ്രൈവർ ഒരു ബിസി ആയിരുന്നു കേട്ടോ ഇതിൽ. അങ്ങനെ മെറീന ബീച്ചിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐസ് പല വിധത്തിലുമുണ്ട്. ഇവിടെ ഇപ്പോൾ ഗൂഗിൾ പേ ആക്സെപ്റ്റ് ചെയ്തു കേട്ടോ. ക്യാഷ് തന്നെ കൊടുക്കണം. നമ്മൾ കണ്ണൂർ കോക്ടെയിൽ എന്നെല്ലാം പറയുന്ന പോലെ ഇവിടുത്തെ സ്പെഷ്യലാണ്. അങ്ങനെ മറീന ബീച്ചിൽ പോയി നോക്കുമ്പോൾ അങ്ങ് സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച്. ഒരു സമാധാനമില്ല. ഫുൾ ആൾക്കാർ. രാത്രി നല്ല വൈബായിരിക്കും. പക്ഷെ രാത്രി വരെ കാത്തിക്കേണ്ട സമയമില്ലായിരുന്നു. ഇഷ്ടംപോലെ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ, അതേപോലെ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ, അങ്ങനെ പല പല മാർക്കറ്റും ഉണ്ട്. നമ്മൾ പിന്നെ മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല. ഇവിടെ നിർത്താൻ മതിയോ? ക്രോസ് ചെയ്ത് തരും. ഇവിടെ നിർത്താൻ മതിയോ? പറയണോ? തിരിച്ചാദ്യം റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് അടിയിലെ ക്രോസ് ചെയ്ത് പോകാം. ഒരുപാട് ലെങ്ത്തിൽ പനവേൽ പോയി മുട്ടും. പനവേലിൽ നിന്ന് നമ്മുടെ പൂനെയിലേക്ക് ഇഷ്ടംപോലെ വണ്ടി. ഇവിടുന്ന് ഡയറക്റ്റ് കുറവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ടെർമിനലിൻ്റെ യാത്ര. ഇത് മുന്നേ ഞാൻ ഇതിലും നല്ല ബിൽഡിങ് കണ്ടത് ബാംഗ്ലൂർ പോകുമ്പോൾ. മുന്നേ ഞാൻ ഇത്രയും ഭംഗിയുള്ള ഒരു ബിൽഡിങ് കണ്ടത് ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് മൈസൂർ പാലസ്. നമ്മളന്നപ്പോൾ ബൈക്കെല്ലാം എടുത്തിട്ട് ബാംഗ്ലൂർ പോയായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് 60 കിലോമീറ്റർ. ഇങ്ങനെ നിർത്തി കുടക് നിർത്തി മൈസൂർ നിർത്തി. അന്നപ്പോൾ മൈസൂർ പാലസ് കാണുമ്പോൾ കിട്ടിയ ഫീലിങ്സ് എനിക്ക് ഇപ്പോൾ കിട്ടിയത്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, ഛത്രപതി ശിവാജി, ചന്ദ്രലേഖയുടെ ക്ലൈമാക്സ് ഫീലിങ്സിലൊക്കെ മുംബൈ ട്രെയിനിൻ്റെ അതിൻ്റെ ആൾക്കാർ വേണം തെറിച്ചു നിന്നു. ആ സ്ഥലമാണ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള പള്ളി. നല്ല മഴ പെയ്യുന്നു. കൊടയുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്ത് എല്ലാം നടന്നു.
മുംബൈയിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് മുംബൈയിലുള്ള ബസ്സെല്ലാം നമുക്ക് ബുക്ക് ചെയ്തിടാൻ പറ്റും. അങ്ങനെ നമ്മളൊരു ബസ് ബുക്ക് ചെയ്ത് പനവേലുണ്ട്. അഡൽട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിലൂട്ടിയാണ് ഈ ബസ് പോകുന്നത്. അതുകൊണ്ട് ഒറ്റപ്പൊടി ബ്ലോക്ക് ഉണ്ടാവില്ല ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനമില്ല. കണ്ടിന്യൂസ് പനവേലയുടെ സുഖമായിട്ട് 20 മിനിറ്റ് കൊണ്ട് ഡ്രൈവർ ഓടിച്ചു. ഇത് നേരെ തിരിച്ചാണെങ്കിൽ ബ്ലോക്ക് കഴിഞ്ഞ് നമ്മൾ 1.5 മണിക്കൂറായതുകൊണ്ട് അവിടെ എത്തില്ലായിരുന്നു. മുംബൈൻ്റെ ഭംഗി കേട്ടോ, വലിയ പട്ടുകൂറ്റം ബിൽഡിങ്സ് ഒക്കെ ഉണ്ടോ. ബിൽഡിങ്ങിനുള്ള ഒരു പെർമിഷൻ ഉണ്ടാവില്ലേ? ഇത്രയും വലിയ ബിൽഡിങ്ങിന് എങ്ങനെ പെർമിഷൻ കൊടുക്കും? അപ്പോഴത്തേക്ക് ഇത് കട്ടാവണം. ഇതിന് മുന്നേ ഞാൻ മുംബൈയിൽ വന്നതേ എൻ്റെ കമ്പനീൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതൊരു 3 ദിവസം നല്ല രസമുണ്ടല്ലോ ആ ബിൽഡിങ് ഇത് വെച്ചിട്ട് വന്നു. അത് ഞാൻ ബാന്ദ്രയിലായിരുന്നു. ആ സമയത്തായിരുന്നു ദിലീപിൻ്റെ ബാന്ദ്ര സിനിമയാണ്. ഇതിന് മുന്നേ ഞാൻ ബാന്ദ്ര എന്ന് കേട്ടിട്ടേൽ ഇത് ക്യൂരിയോസിറ്റി. ബാന്ദ്രയുടെ തൊട്ട് ശേഷം നമ്മൾ ധാരാവി, അതിന് ശേഷം അന്തേരി. ഇതൊക്കെ പോയി ലാലേട്ടൻ്റെ സിനിമയിൽ ഇങ്ങനെ കേട്ട് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അങ്ങനെ ധാരാവിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ചേരി ഒഴിപ്പിക്കാൻ ബാക്കിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നു. പക്ഷേ അറ്റ്മോസ്ഫിയർ അത്ര സുഖകരമല്ലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രേഞ്ചർക്ക് കയറി പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. സ്നാപ്ചാറ്റ് പനവയിലെത്തി ഫ്രണ്ടിൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണവും കഴിച്ചു. പൂനെക്കേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ട്രെയിനൊന്നും അവൈലബിൾ. പിന്നെയുള്ള ഓപ്ഷൻ ഏതെങ്കിലും വണ്ടിക്ക് കഴിഞ്ഞിട്ട് നാഷണൽ പെർമിറ്റ്. നമ്മുടെ മംഗലാപുരത്തേക്ക് പോകുന്നൊരു ബസ് ഡ്രൈവറിന് ടിക്കറ്റിലാണ്. കണ്ണൂർ കോഴിക്കോട് എന്നുള്ള ടിക്കറ്റിലാണ് ബാംഗ്ലൂരേക്കെല്ലാം കയറ്റുന്നത്. ടിക്കറ്റിൻ്റെ പകുതി ഡ്രൈവർ സീറ്റിൻ്റെ പേര് ഇവരോട് ചോദിച്ചു 10 പൈസ തരാൻ കയറ്റുന്നു. അവരൊക്കെ 250 രൂപ ഓക്കെ. അങ്ങനെ ഇങ്ങനെയൊരു ട്രിപ്പും കൂടി നല്ല ദൂരമായിരുന്നു. ഓക്കെ ബൈ.